പാഠം 92 താൻ കുഴിച്ച കുഴിയിൽ. മോഹനേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ചാടിക്കടിക്കാൻ വരരുത്. അപ്പൊ സംഗതി കുഴപ്പമാണെന്ന് മനസ്സിലായി? ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള കാര്യ. എന്നാ പിന്നെ പറയ്. ഏപ്രിൽ കോടതി അടയ്ക്കുമ്പോ ടൂറ് പോകാനിരിക്കുക ഹരിചന്ദ്ര സാറും കുടുംബവും. അവര് പോകുന്നത് രാജസ്ഥാനിലേക്കാ. അയാളുടെ സ്വഭാവം വെച്ച് അയാൾ പോകേണ്ടത് രാജസ്ഥാനിലേക്കല്ല, ആഫ്രിക്കയിലേക്കാണ്. ഹരിചന്ദ്ര സാറും മാത്രമല്ല പോകുന്നത്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന വിദ്യാലക്ഷ്മിയും ഭർത്താവും അവര് ടൂർ പോകുന്ന ആഗ്രഹിക്കാം. വിനേന്ദ്രന്റെ ഭാര്യയും കുട്ടിയും കൂടി ഹൈദരാബാദിന് പോകുന്നത്. അങ്ങനെ എല്ലാരും ടൂറിലാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ടൂർ പോയാലോ? എങ്ങോട്ട്? അതും മോഹനേട്ടൻ പറഞ്ഞാ മതി. പറയാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ടൂർ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഫീസിലുള്ള ബാക്കിയുള്ളവരുടെ മുമ്പ് ആളാകുന്നതിന് വേണ്ടിയാണോ, എവിടെയെങ്കിലും പോയി ചുറ്റിത്തിരിയാനാണോ? ആമേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്ത് മധ്യവേനൽ അവധി എന്നൊരു ഏർപ്പാടുള്ളത് സ്കൂൾ കുട്ടികൾക്കും കോടതികൾക്കും മാത്രമാണ്. കുട്ടികൾക്ക് അവധി കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. 10 മാസവും കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ആ പ്രായത്തിൽ നല്ല വിനോദം ആവശ്യമാണ്. അതിനാണ് മധ്യവേനൽ അവധി. പക്ഷേ ഈ കോടതിക്ക് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വർഷാവർഷം ബാക്കി സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുള്ള സകല അവധിയും അല്ലാതെ തന്നെ നിങ്ങൾക്കുണ്ട്. ഞങ്ങളൊക്കെ 10 മണിക്ക് ഓഫീസിലെത്തുമ്പോ കോടതി തുറക്കുന്നത് 11 മണിക്ക്. പിന്നെന്തിനാ വർഷാവർഷം 1-2 മാസം അവധി? ആ അവധിയുടെ പേരിൽ എത്ര കേസുകളാണ് പെൻഡിംഗ് വരുന്നത് അറിയാമോ? അങ്ങനെ കോടതികൾ അടച്ചിടുമ്പോ നിങ്ങൾ വക്കീലന്മാർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതെ വരും. അപ്പോ നിങ്ങൾക്ക് ടൂറ് പോവാം, ചീട്ട് കളിക്കാം, തലേ കുത്തി നിൽക്കാം, എന്തു ആവാം. പക്ഷേ വർഷത്തിൽ 12 മാസവും കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു വില്ലേജ് ഓഫീസിലാണ് ഈ മോഹനേഷൻ ജോലി ചെയ്യുന്നത്. എനിക്ക് ഇത്തരം കുട്ടികൾക്ക് നേരമില്ല. ടൂറിന് പോവാൻ ടൂറ് പോലും വെറുതെ കൈയിരിക്കുന്ന കാശ് കളയാനായിട്ട്. കോടതിയുടെ സ്കൂളിന്റെയും വില്ലേജ് ഓഫീസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ചത് നമുക്ക് രണ്ടുപേർക്കും ടൂർ പോകുന്ന കാര്യ. അത് തന്നെ ഞാനും പറഞ്ഞത്. മോഹനേട്ടാ, നമ്മുടെ നാട്ടിലെ സകലരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ടൂർ പോവാറുണ്ട്. ഒരു വർഷം മുഴുവൻ ഒരേ ജോലി ചെയ്ത് ബോറടിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ മാറ്റത്തിനായിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. പുതിയ സ്ഥലങ്ങൾ, പുതിയ ആളുകൾ, സാധാരണ കഴിക്കാത്ത ഭക്ഷണം, ഇതൊക്കെ ഒരു രസമല്ലേ? എനിക്ക് അതൊരു രസമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ നീ പറഞ്ഞല്ലോ ഒരു വർഷം മുഴുവൻ ഒരേ ജോലി ചെയ്ത് ബോറടിക്കുന്ന കാര്യം. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒരിക്കലും തന്റെ ജോലി ബോറടിക്കില്ല. ഓ, നീയൊക്കെ ജോലി ചെയ്യുന്നതിനാ? ഒന്നുകിൽ കാശുണ്ടാക്കാൻ, അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കാൻ. അതുപോട്ടെ, നീ എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നു? നമുക്ക് കൊടൈക്കനാലിൽ പോവാം. എന്താണ് കൊടൈക്കനാലിന്റെ പ്രത്യേകത? അവിടെ നല്ല തണുപ്പല്ലേ? അതിനാണെങ്കിൽ താലൂക്ക് ഓഫീസിന്റെ പിറകിലുള്ള ഹോട്ടൽ ത്രിവേണി പോയി ഒരു AC റൂം ബുക്ക് ചെയ്താൽ മതിയല്ലോ, നല്ല തണുപ്പായിരിക്കും. എടീ, അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ള സായിപ്പന്മാര് അവരുടെ നാട്ടിലെ തണുപ്പ് സഹിക്കാവായതെയാ നമ്മുടെ നാട്ടിലേക്ക് ടൂർ വരുന്നത്. അപ്പോ നിനക്ക് തണുപ്പ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങോട്ട് പോണം. തണുപ്പ് മാത്രമല്ലല്ലോ, കാണാൻ എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് കൊടൈക്കനാൽ. നിറയെ മരങ്ങളും പച്ച നിറവും. അതിൽ കൂടുതൽ മരവും പച്ച നിറവും ഉണ്ട് കേരളത്തിന്. മരവും പച്ച നിറവും ഒക്കെ രാജസ്ഥാനിലോ സഹാറ മരുഭൂമിയിലുള്ളവർക്ക് പോയി കാണട്ടെ. മോഹനേട്ടാ, വെറുതെ ഇങ്ങനെ തർക്കം ചെയ്യിക്കാൻ നോക്കല്ലേ. നമ്മുടെ നാട്ടിലുള്ള എത്ര പേരാ ഓരോ വർഷം കൊടൈക്കനാലിലേക്ക് പോകുന്നത്. അവിടെ ഒരു വലിയ തടാകമുണ്ട്. എന്തായാലും വേമ്പനാട്ട് കായലിൽ അത്രയും വലിയ തടാകമായിരിക്കോ? എടി, വേമ്പനാട്ട് കായൽ മാത്രമല്ല, അഷ്ടമുടി കായൽ, തേക്കടി തടാകം, ശാസ്താംകോട്ട തടാകം. നമ്മുടെ നാട്ടിലുള്ള തടാകവും വെള്ളവും വേറെ എവിടെയുണ്ട്?
ഭാമേ, ലോകത്ത് എല്ലായിടത്തും ഉള്ളത് നമ്മുടെ നാട്ടിലുമുണ്ട്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങൾ. നിറയെ തടാകങ്ങളും വനവും ഉള്ള കേരളത്തിൽ നിന്ന് പച്ചപ്പ് കാണാൻ കൊടൈക്കനാലിലേക്ക്. കേരളത്തിലെ പച്ച തന്നെ അല്ലേ കൊടൈക്കനാലിലെ പച്ച? അതെ, കഴിഞ്ഞ മാസം മോഹനേട്ടൻ തിരുവനന്തപുരത്തിന് പോയതെന്തിനാ? അത് ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോയല്ലേ, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തില്. കഴിഞ്ഞ ശനിയാഴ്ച ഗുരുവായൂർ പോയതോ? തൊഴാൻ. തിരുവനന്തപുരത്തെ മഹാവിഷ്ണു തന്നെയല്ലേ ഗുരുവായൂരെ മഹാവിഷ്ണു? പിന്നെന്തിനാ രണ്ടു സ്ഥലത്ത് പോയത്? മോഹനേട്ടാ, ഒരു സ്ഥലത്തുള്ളതൊക്കെ തന്നെയായിരിക്കും മറ്റൊരു സ്ഥലത്തും ഉണ്ടാവുക. പക്ഷേ അതിന്റെ അനുഭവം വേറെയാണ്. അതുകൊണ്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നതും കാണാത്ത സ്ഥലങ്ങൾ കാണാൻ ശ്രമിക്കുന്നതും. ഭാമേ, ഒരു യാത്രയെന്ന് പറഞ്ഞാൽ ഒരുപാട് പണച്ചിലുള്ള കാര്യമാണ്. നമ്മൾ പണം ചെലവാക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കൊടൈക്കനാൽ പോലൊരു സ്ഥലത്ത് കുറച്ച് തണുപ്പും കുറെ മരങ്ങളും ഒരു തടാകമൊക്കെ ഉണ്ടെന്ന് കരുതി കയ്യിലുള്ള കാശ് മുടക്കി അവിടെ ചെന്നാൽ പണത്തിന് ആവശ്യപ്പെടുമ്പോൾ വിഷമിക്കും. ഈ ടൂർ എന്നൊക്കെ പറയുന്നത് ആണുങ്ങൾക്ക് കള്ള് കുടിച്ച് തലയും കുത്തി മറിയാനുള്ള ഒരു അവസരമാണ്, അല്ലാതെ നാട് കാണാനുള്ള ഒരു മോഹം കൊണ്ടൊന്നുമല്ല. മോഹനായിട്ട് കള്ളു കുടിക്കില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? ഞാൻ കള്ളു കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ ടൂർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ മുഴുവൻ കുടിയന്മാരായിരിക്കും. അതിന് നമുക്കെന്താ? അത്തരം സ്ഥലങ്ങളിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. അത്ര തന്നെ. മേലിൽ ടൂറെന്നോ കൊടൈക്കനാലെന്നോ ഒരു വാക്ക് വീട്ടിൽ കേട്ടാ ടൂറ് കൊടൈക്കനാൽ എന്താ? ഹലോ, അതെ ഉത്തമനാണ്. എന്റെ പൊന്നു ബാലേന്ദ്രൻ സാറേ, അത് മാത്രം നടക്കൂല. നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് കുടിക്കാൻ വെള്ളമില്ല. അപ്പോഴാണ് സാറിന്റെ പൂന്തോട്ടം നനയ്ക്കാനുള്ള വെള്ളം. ഇല്ല ഇല്ല ഇല്ല. എന്റെ സാറേ, ഞാൻ പഞ്ചായത്തുള്ള 1-2 പേരെ സോപ്പിട്ടാണ് ഇത്രയും കാലം സാറിന് വെള്ളം കൊണ്ട് തന്നത്. ഇപ്പൊ നാട്ടുകാർക്ക് കുടിവെള്ളം കിട്ടാത്തതുകൊണ്ട് അവര് പഞ്ചായത്ത് ഓഫീസിൽ കയറി പ്രസിഡന്റിനെ തന്തയ്ക്ക് വിളിക്കുന്ന സമയമാണ്. ഇതിനിടയിൽ പഞ്ചായത്ത് കിണറ്റിൽ ചെന്നും വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആളുകൾ എന്നെ ഓടിച്ചിട്ട് തല്ലുന്നു. സാറ് വിളിക്കണ്ട, ഈ കാര്യത്തിന് വേണ്ടി വിളിക്കണ്ട, വിളിച്ചിട്ട് കാര്യമില്ല. എന്താ ഉത്തമ പ്രശ്നം? സാറേ, ഇത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ബാലേന്ദ്രൻ സാറാ. അങ്ങേരുടെ വീടിന് മുമ്പിലെ തോട്ടം നനയ്ക്കാൻ 1 ടാങ്കർ വെള്ളം വേണമെന്ന്. പഞ്ചായത്ത് കിണറ്റിൽ ആവശ്യം പോലെ വെള്ളമുണ്ട്, പക്ഷെ അതെടുത്ത വിവരം ഈ മീനച്ചൂടില്. അന്തരീക്ഷ മലിനീകരണത്തെയും ആഗോളതാപനത്തെ പറ്റിയൊക്കെ ഞാൻ പറയുമ്പോ നിങ്ങളൊക്കെ എന്നെ കളിയാക്കുമായിരുന്നല്ലോ. ഇപ്പോഴെന്തായി? മഴയില്ല, വെള്ളമില്ല, സഹിക്കാൻ പറ്റാത്ത ചൂട്, കാലാവസ്ഥ മൊത്തം മാറിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ കേരളം ഒരു മരുഭൂമിയായി മാറാൻ ഏറെ സമയം വേണ്ടിവരില്ല. സത്യത്തില് അടുത്ത മഴ വരെ പിടിച്ചിരിക്കാനേ ഈ ചൂടില് പാടുപെടും സാറേ. കയ്യില് കാശുണ്ടായിരുന്നെങ്കിൽ വല്ല ഊട്ടിയിലോ കൊടൈക്കനാലോ ചെന്ന് കിടക്കാൻ. അത്രയും കാശൊക്കെ നമ്മുടെ കയ്യിൽ എവിടെ നിന്ന്? ചോറിനൊക്കെ ആണെങ്കിൽ പ്രശ്നമല്ല, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടല്ലോ സാറേ. കുറച്ച് കാശ് മുടക്കി 2 ആഴ്ച കൊടൈക്കനാലിൽ പോയി സുഖ ജീവിതം. അത് ഉത്തമം പറഞ്ഞ വിവരക്കേട്. ഇനിയിപ്പോ എന്റെ കയ്യിൽ കാശുണ്ട് തന്നെ ഇരിക്കട്ടെ, ഞാൻ 2 ആഴ്ച കൊടൈക്കനാലിൽ പോയി താമസിച്ചാൽ വില്ലേജ് ഓഫീസിന്റെ കാര്യം എന്താവും? എത്രമാത്രം ജനങ്ങൾ അതുകൊണ്ട് കഷ്ടപ്പെടാൻ പോകുന്നത്? അപ്പൊ സാറ് ചത്തു പോവുകയാണെങ്കിൽ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അടച്ചു പൂട്ടുമല്ലേ? അല്ല, സാറിനെ കണ്ടിട്ടാണല്ലോ ഈ വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന സമ്പ്രദായം സർക്കാർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അല്ലേ? എന്റെ സാറ് ജനിക്കുന്നതിനും ഒരുപാട് കാലത്തിന് മുമ്പേ നമ്മുടെ രാജ്യത്ത് വില്ലേജ് ഓഫീസ് ഉണ്ടായിരുന്നു. സാറിന്റെ കാലം കഴിഞ്ഞാലും അതുണ്ടാവും. സാറ് പോകുമ്പോ വേറൊരു വില്ലേജ് ഓഫീസർ. സാർ 2 ആഴ്ച ലീവ് എടുത്താൽ തഹസീൽദാര് ചാർജ് ദ്രൗപതി സാറിന് കൊടുക്കും. അത്രേ ഉള്ളൂ സംഭവം. ഈ സമ്പാദിക്കുന്ന കാശൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കാതെ കൊടൈക്കനാലിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് ജീവിതം ആസ്വദിക്കും സാറേ. എത്ര ബാക്കി വരുമെന്ന് ആര് കണ്ടു? ഇവർക്കൊക്കെ കൊടൈക്കനാൽ ആരോ കൈവശം കൊടുത്തിരിക്കുക. പറയുന്ന കേട്ട ഇവിടെ ഭയങ്കര ചൂടാണ് തോന്നുമല്ലോ. ഇവിടെ
സാർ, രാവിലെ താലൂക്ക് ഓഫീസിൽ പോയപ്പോ തഹസീൽദാർ ഒരു കാര്യം പറഞ്ഞിരുന്നു. സാറിനോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞു. പറ്റിയാൽ ഇന്ന് എന്നെ അങ്ങോട്ട് വിളിക്കാനും പറഞ്ഞു. കാര്യം പറയൂ ശിശുപാല. ഈ മാസം സ്കൂൾ അടയ്ക്കാണല്ലോ. അപ്പോ ആളുകൾ ഫാമിലിയായിട്ട് ടൂർ പോകുന്ന സമയമല്ലേ. അതുകൊണ്ട് നമ്മുടെ താലൂക്കിലെ 5 വില്ലേജ് ഓഫീസിലെ ജീവനക്കാരുടെ ഒരുമിച്ച് കുടുംബമായിട്ട് ടൂറ് പോകാന്നാ പുള്ളിക്കാരൻ പറഞ്ഞേ. അല്ല, ഏതെങ്കിലും ഒരു 3 അവധി ഒരുമിച്ച് വരുന്ന സമയം നോക്കി ടൂർ പ്ലാൻ ചെയ്യാന്നാ പുള്ളിക്കാരൻ പറഞ്ഞു. അത് തഹസിൽദാർ തീരുമാനിച്ച പോരല്ലോ. പുള്ളിക്കാരൻ ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. പോകാനുള്ള ബസ്സും ബുക്ക് ചെയ്തു. 45 പേരെങ്കിലും വേണമെന്നാ പറഞ്ഞ്. അല്ല, പോകാനുള്ളവർ ലിസ്റ്റ് ഞാൻ കണ്ടു. സാറിന്റെയും വക്കീലിന്റെ പേര് 4ാമതും 5ാമതും എഴുതിയിട്ടുണ്ട്. എന്നോട് ചോദിക്കാതെയോ? നടന്നു തന്നെ. ഇതിലൊക്കെ ഇത്ര ചോദിക്കാൻ എന്തിരിക്കുന്നു സാറേ? പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചത് വലിയ പൈസയൊന്നും ആവില്ല. ഒരു 3 ദിവസത്തെ നേരം പോക്കുമായി. ഞാനില്ല ശിശുപാല, ഈ ടൂർ എന്ന് കേൾക്കുന്ന തന്നെ എനിക്ക് അലർജിയാ. വെറുതെ തഹസിൽദാരെ പിണക്കാൻ നോക്കല്ലേ സാറേ. അയാളെ സ്വഭാവം അറിയാല്ല. ഒരു കാര്യം പറഞ്ഞിട്ട് നടന്നില്ലെങ്കിലേ അയാൾ എന്താ ചെയ്യുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. സാർ ഒരു വില്ലേജ് ഓഫീസറാണ്. തഹസിൽദാരെ പിണക്കി ഏതെങ്കിലും ഒരു വില്ലേജ് ഓഫീസർക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ? വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കാതെ ആലോചിക്കും സാർ. പക്ഷേ ശിശുപാല, എനിക്ക് താല്പര്യമില്ലെങ്കിലോ? അതൊന്നും എനിക്കറിയില്ല. സാറിന്റെയും വക്കീലിന്റെ പേരിൽ വണ്ടിയിൽ സീറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ സാറിന് വേണ്ടെങ്കിൽ തഹസിൽദാരോട് നേരിട്ട് പറഞ്ഞാൽ മതി. 10,000 3,000 ലാഭത്തിന് വേണ്ടി വെറുതെ ഓരോ ന്യായം പറഞ്ഞാലേ അവസാനം നക്ഷത്രം എണ്ണുന്നത് സാറായിരിക്കും. സമ്മതിച്ചാൽ താലൂക്ക് ഓഫീസർക്ക് സന്തോഷമാവും, സാറിന് ഊട്ടിയും കാണാം. ഊട്ടി? ഇതിപ്പോ ഊട്ടിക്കാണോ കെട്ടിയെടുക്കുന്നത്?